നടൻ ധനുഷിനെതിരെ തുറന്നടിച്ച് നയൻതാര. തനിക്കും ഭർത്താവ് വിഘ്നേഷ് ശിവനുമെതിരെ ധനുഷ് പ്രതികാരം തീർക്കുകയാണെന്നാണ് നയൻതാരയുടെ ആരോപണം. വിവാഹ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ നാനും റൌഡിതാൻ എന്ന സിനിമയുടെ ചില BTS ദൃശ്യങ്ങൾ ഉപയോഗിച്ചുവെന്ന് കാട്ടി ധനുഷ് നയൻതാരയ്ക്ക് 10 കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് നയൻതാരയുടെ രൂക്ഷ ഭാഷയിലുള്ള പ്രതികരണം. വിവരങ്ങളുമായി രേഷ്മ രാജൻ ചേരുന്നുണ്ട്. രേഷ്മ, കോളിവുഡിലെ വമ്പൻ താരപ്പോര് ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണല്ലോ. അതെ സേതു, നയൻതാര വിഘ്നേഷ് വിവാഹമനുബന്ധിച്ച് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി ചൊല്ലിയാണ് ഇപ്പൊ ഈ ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നത്. സിനിമയുടെ BTS ദൃശ്യങ്ങൾ ഞാനും റൌഡിതാൻ എന്ന ധനുഷ് നിർമ്മാതാവായ സിനിമയുടെ BTS ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവായ ധനുഷ് തന്നെ നയൻതാരയ്ക്ക് 10 കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ധനുഷിനെതിരെ കടുത്ത ആരോപണമായി നയൻതാര രംഗത്തെത്തിയിരിക്കുന്നത്. ധനുഷ് പ്രതികാരം ചെയ്യുകയാണെന്നും അടക്കമുള്ള വിവരങ്ങൾ നൽകിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു തുറന്ന കത്തിലൂടെ നയൻതാര ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നത്. ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കുന്നതിനായി ധനുഷിനെ പലതവണയായി സമീപിച്ചിരുന്നെന്നും എന്നാൽ ധനുഷ് NOC തരാതെ വൈകിപ്പിച്ചെന്നും അടക്കമുള്ള വിവരങ്ങൾ നയൻതാര പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയിലെ ചിത്രങ്ങൾ പോലും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതം നൽകിയില്ലെന്നും ഇതാണ് ഡോക്യുമെന്ററി വൈകാനും പിന്നീട് എഡിറ്റ് ചെയ്യാനും കാരണമായതെന്നും നടി പറയുന്നുണ്ട്. കൂടാതെ ഞാനും റൌഡിതാൻ എന്ന സിനിമയുടെ ഷൂട്ട് സമയത്തും ധനുഷിന്റെ ഭാഗത്തുനിന്ന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നയൻതാര ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സേതു, ശരി രേഷ്മ, നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി ചൊല്ലിയുള്ള സിനിമാ താരങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. പറയുന്ന പോലെ ഞാനും റൌഡിതാൻ എന്ന സിനിമ നയൻതാര വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നയൻതാര അഭിനയിച്ച ചിത്രം, ഇതിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്നു ധനുഷ്. ധനുഷാണിപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സിനിമയിലെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നയൻതാരയ്ക്ക് 10 കോടിയുടെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ രാജ്.